നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചിറക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള വെള്ളച്ചാട്ടത്തിന് മുന്നിലാണ്. ഈ മനോഹരമായ കാഴ്ച തീർച്ചയായും നമ്മൾ ആസ്വദിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഇപ്പോൾ ഈ വീഡിയോയ്ക്കൊപ്പം നിങ്ങൾ കേൾക്കുന്ന ശബ്ദം, ഇതിന്റെ ഭംഗി, ഇവിടുത്തെ ശാന്തത എല്ലാം അനുഭവിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഒരു തവണയെങ്കിലും വരണമെന്നുള്ളതാണ്. ഇവിടെ ഉണ്ട് ഞാൻ എന്നതിന് മധുരമാം ഒരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിന് ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാകും എന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. ലളിതം എന്ന കവിതയിലെ ഈ വരികൾ പോലെ മനോഹരമാണ് കൊല്ലം ജില്ലയിലെ ചിറക്കര താഴത്തുള്ള ഈ ചെറിയ വെള്ളച്ചാട്ടം. ഈ ക്ഷേത്രത്തിൽ തൊഴുതു മടങ്ങുമ്പോൾ അല്പനേരം നിങ്ങൾക്ക് ഈ പാറക്കൂട്ടത്തിൽ ഇരുന്ന് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി സമയം ചെലവഴിക്കാൻ സാധിക്കും. വളരെ മനോഹരമായി ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടം നമ്മൾ അറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഈ വെള്ളച്ചാട്ടം ഒരു വർഷം മുഴുവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വർഷത്തിലുടനീളം ഈ വെള്ളച്ചാട്ടമില്ല. മഴക്കാലത്തിന്റെ ശക്തി കൂടുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ ശക്തിയും കൂടുന്നത്. ഉണക്ക് കാലത്ത് ഇത് വരൻ തുടങ്ങിയ ഒരു പാറക്കൂട്ടമായി മാത്രം നിൽക്കുന്ന ഈ സ്ഥലം ഇത്ര മനോഹരമാക്കുന്നത് ഈ വെള്ളത്തിന്റെ ഒഴുക്ക് കൊണ്ടാണ്. ഈ മനോഹരമായ വെള്ളച്ചാട്ടം ചിറക്കര എന്ന ഗ്രാമത്തിന്റെ ഭംഗി ആവിഷ്കരിക്കുവാൻ ധാരാളം. ഈ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നതിനും ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനും കല്ലുവാതുക്കൽ വഴി വരുന്നവർക്ക് കല്ലുവാതുക്കൽ കൊച്ചുപാറയിൽ നിന്ന് ചിറക്കര റൂട്ടിലേക്ക് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരാം. പാരിപ്പള്ളി പരവൂർ പ്രദേശങ്ങളിലുള്ളവർക്ക് ബ്ലോക്ക് മരം ജംഗ്ഷനിൽ നിന്ന് ചിറക്കര വഴി ചാത്തന്നൂർ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ ഈ ആയിരവല്ലി മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാം. ക്ഷേത്രത്തിന് ചുറ്റി ഒഴുകുന്ന ഈ മനോഹരമായ ചെറിയ വെള്ളച്ചാട്ടവും പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാം. കുഞ്ഞു കുട്ടികളുമായി വരുന്നവർ പാറയിൽ ചവിട്ടുമ്പോൾ വഴുതി വീഴാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒഴുക്കെടുത്തുകൊണ്ട് പോകുമെന്ന ഭീതിയൊന്നും വേണ്ട. ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ഈ സൗന്ദര്യത്തെ പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത്. മനോഹരമായ ഈ കാഴ്ച ഒരിക്കലെങ്കിലും നിങ്ങൾ ആസ്വദിക്കണം. ഇത് വർഷാവസാനം വരെ തുടരുന്നതല്ല. മഴ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച് ഏകദേശം ഒരു 4-5 മാസത്തോളം ഈ വെള്ളച്ചാട്ടം നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. ഉണക്ക് കാലമായി കഴിഞ്ഞാൽ വരണ്ട പാറക്കൂട്ടമായി മാറുന്ന മറ്റൊരു സൗന്ദര്യം ഇത് നൽകുന്നു. അത്രയേറെ മനോഹരമാണ്. നേരത്തെ കവിതയിൽ പറഞ്ഞതുപോലെ ഈ ഗ്രാമത്തിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. എല്ലാവർക്കും ഈ സ്ഥലം സന്ദർശിക്കുവാൻ കഴിയട്ടെ, ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം.